പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 37-38 തിരുവചനങ്ങളാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. വിളഭൂമികൾ അനേകമുണ്ടെങ്കിലും വേലക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതിനാലാണ് തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്ന് ഈശോ ആഹ്വാനം ചെയ്തത്. സുവിശേഷം പ്രസംഗിക്കുക എന്നത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും കടമയും അവകാശവുമാണ്. 1 കൊറിന്തോസ് 9 അധ്യായം 16 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമാണ് എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നാണ്. അപ്പോൾ യേശുവിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുവാൻ യേശുവിനെക്കുറിച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു. യേശുവിനെക്കുറിച്ച് കേൾക്കണമെങ്കിൽ യേശുവിനെക്കുറിച്ച് ആരെങ്കിലും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിലുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രസംഗവും പ്രവൃത്തിയും വഴി ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്തിന് കൊടുക്കുകയാണ് നമ്മുടെ കടമ. ഇന്ന് ധാരാളം ധ്യാന കേന്ദ്രങ്ങളും വചന പ്രഘോഷകരും ഉണ്ട്. എന്നാൽ അതിനൊത്ത് ജനങ്ങളുടെ ഇടയിൽ മാനസാന്തരമോ യേശുവിനെ കണ്ടെത്താനോ കഴിയുന്നില്ല എന്നതാണ് സത്യം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലില്ലാതെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് നാം അറിഞ്ഞിരിക്കണം. സുവിശേഷ പ്രഘോഷണം ആദ്യം നമ്മുടെ കുടുംബങ്ങളിലാണ് നടക്കേണ്ടത്. നമ്മുടെ മക്കളും യുവജനങ്ങളും ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവഹിതം അന്വേഷിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവരറിയണം. യേശുവിൻ്റെ ആ പ്രത്യേക സ്വഭാവങ്ങൾ, യേശുവിൻ്റെ മനോഭാവങ്ങൾ, യേശു ചെയ്ത കാര്യങ്ങൾ എല്ലാം മക്കളും യുവജനങ്ങളും എല്ലാം അറിയുമ്പോഴാണ് അവർക്ക് മാനസാന്തരവും നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള, യേശുവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണമെന്നുള്ള ചിന്തയും ഉണ്ടാകുന്നത്. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും വൈരാഗ്യം വെച്ച് പുലർത്താതെ നമ്മെ വേദനിപ്പിച്ചവരെ സ്നേഹിച്ച് അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാനാണ് യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്തകൾ എല്ലാം ദൈവിക സ്വഭാവം ഉള്ളതായി മാറണം. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ മനോഭാവങ്ങളും അപ്പോഴാണ് മാറുന്നത്. പ്രസംഗങ്ങളും പ്രവൃത്തികളും വഴി എത്ര പേർ യേശുവിനെ കണ്ടെത്തി എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ജീവിത രീതിയുമാണ് അനേകരെ യേശുവിലേക്ക് ആകർഷിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.